പ്രസാദ് കാൽവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് രാജാക്കാടിനടുത്ത് വട്ടപ്പാറ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ്. അവിടുത്തെ അതിമനോഹരമായൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു തോട്ടം, അവിടുത്തെ കൃഷിയറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. എന്താണേലും നല്ല ചൂട് കാലാവസ്ഥയിലും അതിമനോഹരമായിട്ട് പരിപാലിച്ചു പോരുന്ന ഒരു തോട്ടത്തിലാണ് ഞാനെന്നുള്ളത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒന്ന് പരിചയപ്പെടുത്താവോ? ഇതെവിടെ, സ്ഥലം എവിടെയാ? ഞങ്ങൾ തൊടുപുഴയാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് തോട്ടം എടുത്തിരിക്കുന്നത്. ഞങ്ങള് ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1.5 വർഷക്കാലം ആയിട്ടുണ്ട്. വേലൻ കൃഷി എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങള് കേബിൾ TV കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. വേറെ ഫീൽഡാണ്. അങ്ങനെ ഞങ്ങള് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ആയിട്ട് മറ്റെന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഏലം കൃഷിയെ പറ്റി ആലോചിക്കുകയും ഏലം കൃഷി വലിയ കുഴപ്പമില്ലാത്തൊരു ഫീൽഡാണെന്ന് മനസ്സിലാക്കുകയും ഇതിലേക്ക് വരികയും ചെയ്തു. ഇതിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇതിൽ വന്നപ്പോൾ ഞങ്ങള് ആദ്യം ഒരു കഴിഞ്ഞ 2023 മാർച്ചിലാണ് ഞങ്ങൾ ഇതിന്റെ തുടക്കം എഗ്രിഡ് വെച്ച് കൃഷിയിലേക്ക് വരുന്നത്. ആ കാലത്ത് നമുക്ക് കൃഷിയെ പറ്റി ABCD ഒന്നും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങള് ഇവിടെ ലോക്കലായിട്ടുള്ള കടകളിൽ നിന്ന് മരുന്നുകൾ മേടിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 4 മാസക്കാലം അങ്ങനെ മുന്നോട്ട് പോയി. ചെടിയിൽ കാര്യമായ പ്രകടമായ മാറ്റം ഒന്നും കാണാൻ പറ്റിയില്ല നമുക്ക്. മാത്രമല്ല ചെടി അല്പം ഇരുന്ന അവസ്ഥയിലും വളരെ മോശമായി പോവുകയാണ് ചെയ്തത്. അങ്ങനെ നിൽക്കുന്ന കാലത്താണ് ഞങ്ങൾ ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മ എന്ന ഗ്രൂപ്പ്. ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മയിലുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ ആ കാലത്താണ് ഞങ്ങള് ഈ ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മയെ പറ്റി ഗ്രൂപ്പിനെ പറ്റി കാണുകയും അതിന്റെ ലിങ്ക് വഴി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അങ്ങനെ ഞങ്ങൾ അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ പറയുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന 2-3 പേരെ നമ്മളൊന്ന് നിരീക്ഷിക്കുകയും അതിനകത്ത് ഞങ്ങൾ ഏറ്റവും അടുത്തുള്ളത് സുനീഷ് രാജാക്കാട് എന്നുള്ള പേര് കണ്ടിട്ട് സുനീഷ് ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ രാജാക്കാട് ദൂരം ഇങ്ങോട്ട് വരെ? രാജാക്കാട് ഒരു 4-5 കിലോമീറ്റർ ദൂരം. 5 കിലോമീറ്റർ അല്ലേ? സുനീഷുമായിട്ട് 5 കിലോമീറ്റർ ഉള്ളൂ. 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ സുനീഷിന്റെ കൃഷി രീതികളാണ് ഇതിന്റെ അകത്ത്? അതെ, സുനീഷ് ചേട്ടന്റെ ആണ് നമ്മള്. അതെ. അപ്പൊ എല്ലാ ദിവസവും വന്നു പോവാണോ അതോ? ഇത് ഞങ്ങളൊരു ആഴ്ചയിൽ തിങ്കളാഴ്ച രാവിലെ വരും, ശനിയാഴ്ച വൈകിട്ട് പണിക്കാർ പോകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. വീണ്ടും തിങ്കളാഴ്ച രാവിലെ വീണ്ടും എത്തും. അതെ അല്ലേ? എങ്ങനെയുണ്ട് പുതിയ കൃഷിയിലേക്ക്, ഫീൽഡിലേക്ക് വന്നിട്ട്? സന്തോഷമാണോ അതോ ദുഃഖമാണോ, സങ്കടമാണോ? ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ദുഃഖമായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ഒരു സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിച്ച് തിരിച്ചു പോയാലോ എന്ന് വരെ ഓർത്തുന്ന സാഹചര്യത്തിലാണ്. കഴിഞ്ഞ വേനൽക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? കഴിഞ്ഞ വേനൽക്കാലം നമുക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് നനയ്ക്കാൻ വെള്ളവും സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. പിടിച്ചു നിന്നു. എന്താണേലും അത്യാവശ്യം നല്ല രീതിയിലേക്ക് തോട്ടമായിട്ടുണ്ട്. ഇപ്പൊ കായെടുപ്പ് നടക്കുക അല്ലേ? കായെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2ാം റൗണ്ട് കായെടുപ്പ് നടക്കുവാണ്. അപ്പൊ ഇതില് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന്, അല്ലെങ്കിൽ തുടക്കം മുതലേ ഒരു കർഷകർക്ക് വേണ്ട ഒരു നിർദ്ദേശം എന്താണ്? ഈ ഒരു ഫീൽഡിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരു കർഷകർക്ക് കൊടുക്കാൻ പറ്റിയ എന്താണ് ഒരു നിർദ്ദേശമെന്നൊന്ന് വിശദീകരിക്കാമോ? അല്ല, ഞങ്ങൾ ഇതിനകത്ത് കൃത്യമായ ഇടവേളകളിൽ ഫംഗിസൈഡും മരുന്നുകളും അതിന്റെ കൃത്യമായ ഇടവേളകൾ കൊടുത്തോണ്ടിരുന്നു. അതുപോലെ മരുന്നുകളും വളങ്ങളും എല്ലാം കൃത്യമായ ഇടവേളകൾ കൊടുത്തോണ്ടിരുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സുനീഷ് ചേട്ടൻ വന്ന് ക്ലിയർ ആക്കി തരും. സുനീഷ് ചേട്ടൻ 3 മാസത്തിലേക്കെങ്കിലും വരും. നമ്മൾ പുള്ളിയെ വന്നില്ലെങ്കിൽ പോലും പുള്ളി ഫോണിൽ കൂടെ വിളിച്ച് അതിന്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്തോണ്ടിരുന്നു. അതിന്റേതായ ഒരു മെച്ചം ചെടികളിൽ പ്രകടമാണ്. പേര് എന്നായിരുന്നു? പേര് പറഞ്ഞില്ലല്ലോ. അരുൺ തൊടുപുഴ അല്ലേ? അപ്പൊ നമ്മള് ഈ ഒരു കാലാവസ്ഥയില് ഇതുപോലെ കായുള്ള തോട്ടം വളരെ ചുരുക്കമാണ്. അപ്പൊ കർഷകർക്ക് വേണ്ടി നമ്മള് ഈ ജൂൺ കഴിഞ്ഞിട്ട് തൊട്ടുള്ള ആ കൃഷി രീതികളൊന്ന് വിവരിക്കാൻ പറ്റുമോ? കാരണം ഇനിയെങ്കിലും 10 ആൾക്കാർക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു കിട്ടട്ടെ. കാരണം കാലാവസ്ഥ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. മഴയില്ല, ഭയങ്കര ചൂട്. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇപ്പൊ ഇവിടെ രാജാക്കാടാണെന്ന് പറഞ്ഞാലും പഴയ രാജാക്കാടൊന്നും അല്ല ഇത്. കാരണം ഭയങ്കരമായിട്ട് ചൂട്. ഇപ്പൊ തന്നെ ഫോണിലൊക്കെ നോക്കുമ്പോൾ 32 ഡിഗ്രിയാണ് നമ്മളെ ചൂട് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു തോട്ടത്തിൽ അത്യാവശ്യം കായ ഒരു സമയത്തുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ കൃഷി രീതി കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വർഷം ഇത്രയും കായായത്. അപ്പൊ ചെറിയ രീതിയിലെങ്കിലും അതൊന്ന് ഓർത്തൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഞങ്ങള് മഴക്കാലം ജൂണോടനുബന്ധിച്ച് തന്നെ ആദ്യം ചെയ്തത് നാറ്റോഡ് സാഫ്ലൈസർ ഒരു ചെടിക്ക് ഒരു 10 ലിറ്റർ വെച്ച് ട്രെഞ്ചിങ് കൊടുത്തു. അപ്പൊ ഫംഗിസൈഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ചെടിയിൽ നിന്ന് മാറാനായിട്ട് ചെയ്തു. അതിന്റെ തൊട്ട് അത് കഴിഞ്ഞ ഒരു 15 ദിവസം ഗ്യാപ്പില് നോവയുടെ DAP, പൊട്ടാഷ്, മിറാക്കിള് ഇതുപോലെ ട്രെഞ്ചിങ് ആൻഡ് സ്പ്രേ ആയിട്ട് അതും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൃത്യം പോളിയാറ് മണ്ണിലൊരു വളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ വളം എന്നൊക്കെ ആയിട്ട് കൊടുത്തത്
വളം നമ്മൾ 2 റൗണ്ടായിട്ടാണ് ഇട്ട് കൊടുത്തത്. ആദ്യ റൗണ്ടില് മഴയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഫാക്ടംബോസ്, മൈക്രോഫുഡ് ഇട്ട് കൊടുത്തു. അതിനുശേഷം മഴ ഇച്ചിരി ശക്തി പ്രാപിച്ചതിന് ശേഷം 10-26 പൊട്ടാഷ്, മൈക്രോഫുഡ്, അതിന് തൊട്ടുപോയി രാജ്ഫോസും കൂടെ രാജ്ഫോസും കൂടെ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് എത്രാം വർഷ ചെടിയായി ഇവിടെ ഉള്ളത്? ഇപ്പം നിലവിൽ ഈ കാണുന്നൊക്കെ ഇതിപ്പോ 3-ാം വർഷ ചെടിയാണ്. 3-ാം വർഷ ചെടിയാ അല്ലെ? നമ്മുടെ താഴേക്ക് ചെല്ലുന്തോറും തോട്ടത്തിലേക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലുന്തോറും ചെടികളും ഉണ്ട്. അതെ. അപ്പൊ നമ്മൾ തൈച്ചെടി മാത്രം കാണിച്ച് വീഡിയോ ചെയ്തു എന്നുള്ളൊരു പേരുദോഷം ഒഴിവാക്കാനാണ്. ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് തൈച്ചെടി ഉള്ളൂ. അതെ, ഈ ചെറിയ ഈ ഏരിയ മാത്രമേ തൈച്ചെടി ഉള്ളൂ. വലിയ ചെടികളും നമുക്കുണ്ട്. നമുക്കൊന്ന് 4 ഏക്കർ സ്ഥലം. 4 ഏക്കർ സ്ഥലം. അതെ. അപ്പം സുനീഷ് രാജാക്കാടിന്റെ ആണ്. സുനീഷ് ചേട്ടനാണ് ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും എല്ലാ സമയത്തും തന്നോണ്ടിരിക്കുന്ന ആള്. കാരണം സുനീഷ് രാജാക്കാട് ഇച്ചിരി മുമ്പ് ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരക്കുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പുള്ളിയെ കോൺടാക്ട് ചെയ്തു. പുള്ളി സമയം തിരക്ക് പറഞ്ഞു. എങ്കിൽ പോലും എത്താൻ പരമാവധി ശ്രമിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും സുനീഷ് രാജാക്കാട് ആരാണെന്ന് അറിയില്ല. അപ്പം അത് പലരും എന്നോട് പേഴ്സണലായിട്ടും പുള്ളിയുടെ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇത്ര അടുത്തായ കാരണം ഞാൻ പോരുന്നതിന് മുമ്പ് വിളിച്ചായിരുന്നു. പുള്ളി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുവാണെങ്കിൽ നമുക്ക് പുള്ളിയെ കൂടെ കൂട്ടിയ ഒരു വീഡിയോ ഒക്കെ. ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിയെ പരിചയപ്പെട്ടിട്ട് 1 വർഷവും 2 മാസം ആവുകയാണ്. അത്ര ആവുകയാണ്. പുള്ളി ഇതുവരെ നമ്മുടെ വരുന്നു. നമ്മൾ കാര്യങ്ങൾ അത്യാവശ്യം സുനിഷേട്ടൻ പറയുന്നു. സുനിഷേട്ടൻ എല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ കൃത്യമായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും. അല്ല, ഇപ്പൊ ചെടി കാണുമ്പോൾ തന്നെ അറിയാലോ, ചെടിക്ക് നല്ല പച്ച കളർ, ചെടിക്ക് യാതൊരു കുറവുമില്ല. ചെടിക്ക് ആകെ മൊത്തം ഇപ്പൊ ഒരു മഴയുടെ കുറവാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കാരണം ചൂട് കൂടുതലുള്ളതിന്റെ ഒരു ക്ഷീണം മാത്രമല്ലാതെ ചെടിക്ക് വേറെ യാതൊരു പ്രശ്നവും നിലവിലില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത കാരണമാണ് ചെടി ഇത്രയും കായ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പം ചെടി ഒരുപാട് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചോട്ടി കായ ഉണ്ടായാലേ നമുക്ക് 10 രൂപ കിട്ടത്തുള്ളൂ. കാരണം പാലായിൽ നിന്ന് ഇവിടെ വന്ന് പാട്ടം എടുത്ത് കൃഷി ചെയ്യണമെങ്കിൽ എന്തുമാത്രം ചെലവ്, വരവ്, പോക്ക്, ഇതിനെല്ലാം പൈസ മുടക്കാണല്ലോ. അപ്പൊ കായില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പുറകെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് പോളിയാർ എന്തൊക്കെയാണ് കൊടുത്തതെന്നൊന്ന് പറയാൻ പറ്റുമോ? ഈ അടുത്ത് കൊടുത്ത 13-045 52-34 പോണിക്ക് മറ്റേ ഇൻഡോലേസർ എന്ന് പറയുന്നത് സീവീഡ് 200 ലിറ്ററിന് 200 ml. അത് നല്ലൊരു റിസൾട്ട് ഉള്ള സാധനമാണ് ഇൻഡോലേസർ. ഇതൊക്കെ എവിടെ നമ്മൾ വാങ്ങിക്കുന്നത്? നമ്മള് ഒരു 90% സാധനങ്ങളും ഗുരുജിയുടെ അടുത്ത്. പോണിക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഗുരുജിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ചോദിച്ചതാണ്. അവിടെ നിന്നാണ് എടുക്കുന്നത്? അവിടെ തന്നെ ബസ്സിന് കൊടുത്തു വിടുവോ? അവിടെ നിന്ന് ബസ്സിനും കൊടുത്തു വിടും. വണ്ടി ഇതിൽ വരുന്ന സമയങ്ങളിൽ അവർ നമ്മുടെ സൈറ്റിൽ തന്നെ. ഗുരുജി ഇവിടെ വന്ന് ഈ തോട്ടം നോക്കിയിട്ടുണ്ട്. ടീച്ചറിന് ഈ 1 വർഷത്തിനിടയ്ക്ക് 3 പ്രാവശ്യം നമ്മുടെ തോട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഇടെ കൊടുത്ത പോളിയാർ. അടിക്കുമ്പോ എങ്ങനെയുണ്ട്? നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ട്? സാധാരണ നമ്മള് ഹൈഫയുടെ ആണോ ഏത് കമ്പനിയുടെ സാധാരണ കൊടുക്കുന്നത്? ഹൈഫയുടെ ഉപയോഗിക്കുന്നത്. ഹൈഫ കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? നല്ല മാറ്റമുണ്ട്. അത് നമ്മള് ഡോസ് എത്രയാണ് കൊടുക്കുന്നത്? അത് 13-045 1/2 കിലോയും 52-34 1 കിലോയും മറ്റേ പോണിക്ക് 400 ഗ്രാമും ഇൻഡോലേസർ 200 ml മില്ലിയാണ് കൊടുക്കുന്നത്. അതെ. ചെടി ഒന്നും നമ്മൾ എത്ര 2 ലിറ്ററോ അതോ അടിച്ചു കൊടുക്കുന്നത്? ഒരു 3 ലിറ്റർ വെച്ച് അടിക്കാറുണ്ട്. കാരണം ഇത്രയും വലുപ്പമുള്ള ചെടിയും ഇത്രയും കായും ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം പോളിയാർ അടിച്ചാൽ മാത്രമേ ചെടിക്ക് അതുകൊണ്ട് പുതിയ ജിമ്പുണ്ടാകണം, ശരം ഉണ്ടാകണം, പുതിയ പൂക്കൾ ഉണ്ടാകണം. അല്ലാതെ നമ്മൾ 1/2 ലിറ്ററോ 1 ലിറ്ററോ ഒഴിച്ചുകൊണ്ടൊന്നും ഇത്രയും വലിയ ചെടിക്കൊന്നും വലിയ കാര്യമില്ല. കാരണം കായ ഇത്രയും കിടക്കുമല്ലേ. നമ്മൾ ഗുരുജി വന്ന് നോക്കിയിട്ട് ഗുരുജി എന്നാ പറയുന്നത് തോട്ടം കണ്ടിട്ട്? ഗുരുജി കണ്ടിട്ട് സുനിഷേട്ടൻ പറയുന്ന അഭിപ്രായങ്ങളോട് തന്നെയാണ് ബിജുചേട്ടൻ ഇവിടെ വന്ന് പറയാറ്. പിന്നെ അവസാനം ബിജുചേട്ടൻ വന്നപ്പോൾ പറഞ്ഞത് വേരുചീലിന്റേതായ ഒരു പ്രശ്നം ബിജുചേട്ടൻ മഴ ഇവിടെ കൂടുതലായിരുന്നു. അങ്ങനെ വന്നപ്പോ നമ്മള് ഹെക്സ, COC, പൊട്ടാസ്യം ഫോസ്ഫനേറ്റ് ഇത്രയും ഒരു സെമി ട്രെഞ്ചിങ് ആയിട്ട് തോട്ടത്തിൽ മൊത്തം ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് കൊടുത്ത പിന്നെ അല്ലേ ചെടി കളറിലേക്ക് എത്തി? അതെ. നല്ല വ്യത്യാസം. ഒരു ചെറിയൊരു പഴുപ്പ് കളറിലല്ലേ ആ സമയത്ത് നിന്ന്? അതായത് ഗുരുജി അങ്ങനെ പറഞ്ഞത്. അതെ. ഇപ്പൊ എന്താണെങ്കിലും ആ കേടൊക്കെ മാറി ചെടിയാക്കിയാൽ നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പൊ മഴയാണ് എല്ലായിടത്തെയും പ്രശ്നം. കാരണം ഇവിടെ മഴ കിട്ടിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഞങ്ങൾക്കൊരു മഴ കിട്ടിയ 18 ദിവസമെങ്കിലായിട്ടുണ്ട്. അത്ര ആയിട്ടുണ്ട്. കാരണം മണ്ണെല്ലാം ഉണങ്ങി പൊടിമണ്ണ് പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പൊ നന തുടങ്ങണം അല്ലേ? നന തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇത്രയും കായുള്ള സമയത്ത് ചെടി നനച്ചു കൊടുക്കണം. കാരണം ഇനി മുന്നോട്ടെന്ന് പറയുമ്പോൾ മഴയൊന്നും കിട്ടുമെന്നോർത്ത് നമ്മളിരുന്നിട്ട് കാര്യമില്ല. കാരണം എത്രയും പെട്ടെന്ന് തോട്ടം നനച്ചു തുടങ്ങുക. കാരണം ഇങ്ങനെയുള്ള തോട്ടത്തിൽ നമുക്കൊരു 3-4 റൗണ്ട് കൂടെ കായ എടുത്തെങ്കിലേ ഈ പാട്ടവും കൊടുത്ത് നമുക്കിത് പിടിച്ചു നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നന എങ്ങനെയാ? നമ്മൾ കൈനനയാണോ അതോ? കൈനനയാണ്. അതെ. സുനീഷ് ഭായി വരുന്നുണ്ടല്ലോ. നല്ല ഹാപ്പി ആയിട്ടാണ് വരുന്നത്. നമസ്കാരം സുനീഷ് ഭായി. നമസ്കാരം അരുൺ ഭായി. നമസ്കാരം പ്രസാദ് ചേട്ടാ. സുനീഷ് ഭായി ആണ് ഈ തോട്ടം നോക്കുന്നത് അല്ലേ? അതെ.
ഞാൻ ഒരു 14 മാസങ്ങളോളം മുന്നെയാണ് ഇവരെ പരിചയപ്പെടുന്നത്. നമ്മുടെ ഹൈറേഞ്ച് ഏലകർഷക ഗ്രൂപ്പിൽ അവരംഗമായതിനു ശേഷം ഇവർ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് ഉള്ള ഒരു അഡ്മിൻ എന്ന രീതിയിൽ എന്നെ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കുകയും ഫീൽഡൊന്ന് വിസിറ്റ് ചെയ്യാനുമൊക്കെ പറഞ്ഞതിന് പ്രകാരം ഞാൻ വന്ന് തോട്ടം നോക്കുക അന്ന് മുതൽ അത്യാവശ്യം കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അവിടെ ഈ തോട്ടം കിട്ടുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഞാൻ വരുന്ന സമയത്ത് ഇവർ തോട്ടം എടുത്തൊരു 3 മാസമൊക്കെ കഴിയുന്ന സമയത്താണ് ഞാൻ വരുന്നത്. ഞാൻ വരുമ്പോൾ ഫുള്ള് ഷെയ്ഡൊക്കെ വെട്ടിയിട്ട് മൊത്തം ഷെയ്ഡ് വെട്ടി, അപ്പോൾ ഇവിടെയുള്ള പണിക്കാർ പറഞ്ഞതൊക്കെ വെച്ച് അവരുടെ ഒരു ഐഡിയയിൽ ഫുള്ള് ചപ്പ് എല്ലാം കിളച്ച് മൂടി ഫുള്ള് തോട്ടം ഒന്ന് വൃത്തിയാക്കി അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. ഞാൻ വരുമ്പോൾ നല്ല രീതിയിൽ നിമറ്റോഡ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫിഷേറിയം, ചെടികൾക്ക് നല്ല രീതിയിൽ ഫിഷേറിയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ അവസ്ഥയിൽ ആദ്യമേ തന്നെ നല്ലൊരു ഫിഷേറിയത്തിനുള്ള ഫംഗിസൈഡ് സ്പ്രേ കൊടുക്കാൻ പറഞ്ഞു ചെടിക്ക് അടിച്ച്. അതിനുശേഷം മണ്ണിൽ നമ്മൾ നെമറ്റോഡനായിട്ടുള്ള വേലം പ്രൈം കലക്കി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചുവട്ടിൽ. അപ്പോൾ നെമറ്റോഡിനുള്ള മരുന്നും കൊടുത്ത് അതിനുശേഷം എന്നിട്ട് ഞാനങ്ങ് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ചെടിക്ക് പ്രകടമായ മാറ്റമായി തുടങ്ങി, വേരായി തുടങ്ങി. മറ്റ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വളം കൊടുത്തു, ചെടി നല്ലപോലെ ചിമ്പാക്കിയെടുത്തു. അതിനുശേഷം ഓരോ മാസവും കൃത്യമായി ചെയ്യേണ്ട പരിചരണ രീതികളും മറ്റും എല്ലാം തന്നെ കൃത്യമായി തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർ അതിനനുസരിച്ച് തന്നെ ചെയ്യാറുമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ തട്ടമറിച്ച് അഴുകൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മരുന്നുകളെല്ലാം നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവരത് കൃത്യമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാലും അവരത് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളിപ്പം മണ്ണിലേക്ക് കൂടുതൽ ഫംഗിസൈഡ് കൊടുക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമൊക്കെ എനിക്ക് ഉണ്ട്. പക്ഷേ അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും മണ്ണിൽ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചേ പറ്റൂ. അല്ലാതെ വെറുതെ നമുക്ക് ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കേണ്ട കാര്യവുമില്ല. കാരണം അത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന സാധനമാണ് താനെ. എന്ന് പറഞ്ഞ പോലെ തന്നെ മണ്ണിൽ കൊടുക്കേണ്ട ഫംഗിസൈഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നപ്പോൾ അത് കൊടുത്തു, നെമറ്റോഡിനുള്ള മരുന്നുകൾ കൊടുത്തു, മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് മണ്ണ് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായി തന്നെ മണ്ണിൽ ബാക്ടീരിയാസ്, അത് കൃത്യമായി തന്നെ മണ്ണിൽ 2 റൗണ്ട് കൃത്യമായി മണ്ണിൽ ബാക്ടീരിയാസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വേനലിലൊക്കെ കൃത്യമായി തന്നെ ചെടിയിൽ 2-3 റൗണ്ടോളം സ്യൂഡോമോണസ് സ്പ്രേ, അതുപോലെ തന്നെ 2 റൗണ്ടോളം മെഥലോ ബാക്ടീരിയ സ്പ്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്യൂഡോമോണസ്, അതുപോലെ തന്നെ ട്രൈക്കോഡർമ, വാം, NPK ബാക്ടീരിയ, പിസിലോമൈസ്, അങ്ങനെ ഒരു 7ഓളം മിത്ര ബാക്ടീരിയാസ് നമ്മൾ 2 റൗണ്ടോളം ഈ മണ്ണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതൊക്കെയുള്ളൊരു വ്യത്യാസമാണ് ചെടി പ്രകടമായിട്ട് കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു കാലാവസ്ഥ നമുക്കറിയാമല്ലോ. ആ കാലാവസ്ഥ കുറച്ചുകൂടി നമുക്ക് അനുകൂലമായിരുന്നെങ്കിൽ നമുക്ക് ഇതിലുമൊക്കെ കുറച്ചുകൂടി മികച്ച വിളവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് കാലാവസ്ഥ ഒരു പ്രധാന വില്ലൻ തന്നെയാണ്. എങ്കിലും കാലാവസ്ഥയിലാണെങ്കിലും ഈ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് ഒരു വലിയ കാര്യമാണ്. നമ്മളുടെ ഒരു കഴിവ് കൊണ്ട് മാത്രമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ആ ഒരു പരിശ്രമം, കാരണം തൊടുപുഴയിൽ നിന്ന് അവർ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മൾ എന്നാ പറയുന്നത്, തണ്ടുതെറുപ്പിൻ്റെ മരുന്നുകൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ നോവയുടെ പ്രോഡക്റ്റുകളാണ് ഈ തോട്ടത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാത്ത മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സെക്കറ്റോക്കെ പോലെയുള്ള തണ്ടുതെറുപ്പ് മരുന്നുകൾ, അതുപോലെ തന്നെയുള്ള ഇപ്പോൾ നോവയുടെ അല്ലാത്ത മരുന്നുകളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, വളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പരിചരണ രീതി കൃത്യമായി തന്നെ അവർ ചോദിക്കാറുണ്ട്, കൃത്യമായി തന്നെ പറഞ്ഞും കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രകടമായൊരു വ്യത്യാസം തോട്ടത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ എന്നാ പറയുന്നത്, നിങ്ങളൊക്കെയാണ് ബാക്കി അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടത്. ആ ചേട്ടനാണ് പാർട്ട്ണർ? അതെ, പുള്ളിയാണ് എൻ്റെ പാർട്ട്ണർ. ചേട്ടൻ്റെ പേരെന്നാ? ലിസൺ. രണ്ടുപേരും തൊടുപുഴക്കാരാ?
അപ്പൊ രണ്ടുപേരും ആഴ്ചയിൽ ഇങ്ങനെ വരുന്നു തിരിച്ചു പോകുന്നു. അതെ അല്ലേ. അവിടെ എന്നാ പരിപാടി? വേറെ ബിസിനസ് ഉണ്ടോ? കുറച്ച് കൃഷിയുണ്ട്, അവിടെയുണ്ട്. റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അല്ലേ. ഏതാ ലാഭകരം, റബ്ബറാണോ അതോ ഏലകൃഷിയാണോ? റബ്ബറിന് ഇച്ചിരി വില കയറുന്നുണ്ട്. ഇതെല്ലാം കാലാവസ്ഥ ബന്ധപ്പെട്ടിരിക്കും. അതെ അല്ലേ. ഇപ്പൊ 240 50 രൂപ വിലയുണ്ടല്ലേ. ഇവിടെ വേറെ തോട്ടം ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് തോട്ടോടെ എടുത്ത് നല്ല ആഘോഷമായിട്ട് കൃഷിയിലേക്ക് പോകാൻ അതേപറ്റി ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അതെ അല്ലേ. അതെ അതെ. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്നവർക്ക് ഒന്ന് പഠിക്കാൻ ഒരു വർഷം എങ്ങനെയാണെങ്കിലും എടുക്കും. പ്രത്യേകിച്ച് ഗ്രൂപ്പിലൊക്കെ ചേർന്നവർക്ക് ഗ്രൂപ്പിൽ വഴിയുള്ള അറിവും കാര്യങ്ങളും. പിന്നെ സുരേഷ് ഭായി ഉണ്ട് അവിടെ. സുരേഷ് ഭായി 24 മണിക്കൂറും ഹൈറേഞ്ച് ഏലകൃഷ്ണ ഗ്രൂപ്പിൽ ആ ധൈര്യത്തിലാണ് ഞങ്ങൾ അല്പം കൂടെ തോട്ടം മുന്നോട്ട് പോകാൻ എന്ന് വിപുലീകരിച്ച് ചെയ്യണം എന്നുള്ള ഒരു. അല്ല, എനിക്കിപ്പോ കൃഷിക്കാരോട് ഇത്രേ പറയാനുള്ളൂ. നമ്മള് ഹൈറേഞ്ച് ഏലകൃഷ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിലൊരു 7500 മെമ്പേഴ്സ് ഉണ്ട്. ഇനിയും ചേരാനും ഇതുപോലെ ഇതുപോലെ തന്നെ കൃഷി ചെയ്തു പോകാനുമായിട്ട് ഗ്രൂപ്പിൽ ചേരേണ്ടവർക്ക് ചേരാം. ഇതിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പൊ ആ ലിങ്ക് വഴി എല്ലാവർക്കും അത് ജോയിൻ ചെയ്യാൻ പറ്റും. കൃഷി അറിവുകൾ അവിടെ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്ത് വന്നാൽ നിങ്ങളെപ്പോലെ പുതിയ സംരംഭകരായ നിങ്ങളെപ്പോലെ ഇതേപോലെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് ഇന്ന് ഞാനിവിടെ വീഡിയോ ചെയ്യാൻ വന്നതിന്റെ കാരണം ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ 10-15 വർഷമായിട്ട് ഏലകൃഷിയായിട്ട് മുന്നോട്ട് വന്നവരാണ്. അപ്പൊ ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഏകദേശമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ പുതിയ ഒരാൾക്കാർ വരുമ്പോൾ അവർക്കത് അറിയണമെന്നില്ല. അപ്പൊ നിങ്ങളെപ്പോലുള്ളവർ ആദ്യമേ തന്നെ കുറച്ച് തോട്ടം എടുത്ത് കൃഷി പഠിച്ച് വലിയ 50 ഏക്കർ 100 ഏക്കറിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. കാരണം 10-20 മിനിറ്റ് കൂടുതൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു 2 മണിക്കൂറെങ്കിലും ആകും അപ്ലോഡ് തന്നെ ചെയ്യുന്നതെങ്കിൽ തന്നെ. അപ്പൊ നമുക്ക് ഒരു ഡിസംബറോട് കൂടിയൊക്കെ വീണ്ടും വന്ന ഈ തോട്ടം എങ്ങനെയാണ്, കാരണം ഈ വെയിലും കാലാവസ്ഥയും എല്ലാമായിട്ട് ഇരിക്കുന്ന ഈ ഒരു സമയത്ത് അടുത്ത ഒരു കായെടുപ്പ് എങ്ങനെയാണ് വരുന്നത്, ഇതുപോലെ തന്നെ കായ ഉണ്ടാകുന്നുണ്ടോ, സുനീഷിനെ കൊണ്ട് അങ്ങനെ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ വീണ്ടും നമുക്ക് ഒരു വീഡിയോ ആയിട്ട് എത്താം. അപ്പോൾ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച 2 പേർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.